സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി. പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് സഹോദരൻ അയ്യപ്പൻ, മാനവികതയുടെ പ്രവാചകൻ, ഡോക്ടർ കുമാർ ജെ ചെയ്യുന്ന പ്രഭാഷണം, എം സ്വാതിലക്ഷ്മിയുടെയും സീന തച്ചങ്ങാടിന്റെയും കഥകൾ എന്നിവ കേൾക്കാം. ആദ്യം പോതി, എം സ്വാതിലക്ഷ്മി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. തണുത്ത കാറ്റ് ജനൽപ്പാളിയും കടന്ന് അകത്തു വന്നു. കൂടെ പൊട്ടന്റെ പാട്ടും. നാട്ടുസൂക്കേട് വന്നു ചത്ത പാണത്തിയുടെ പൊട്ടൻ ചെക്കനാണ് ഉറക്കെ പാടണത്. പൊട്ടനാണെങ്കിലും ഓന്റെ പാട്ടുകൊള്ളാം. അതിങ്ങനെ ഈ നിലാവത്ത് വട്ടം ചുറ്റി ഏതൊക്കെയോ പൊരേന്റെ കോലായും കടന്ന് ആളുകളുടെ മനസ്സിൽ തങ്ങുന്നുണ്ടാകും. പൊട്ടന്റെ പാട്ടിലെ വേദന എത്ര പേരുടെ കണ്ണുകളിലൂടെ ഊർന്നിറങ്ങിയിട്ടുണ്ടാകും. പൊട്ടനോടുള്ള ദേഷ്യവും വെറുപ്പും ഒരിക്കലും ആർക്കും ഓന്റെ പാട്ടിനോട് തോന്നിയിട്ടുണ്ടാകില്ല. തന്തയാരാണെന്ന് നാട്ടാർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ലെങ്കിലും പാണത്തിക്ക് നല്ല നിശ്ചയുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ചാവടുക്കും മുന്നേ അവര് പൊട്ടൻ ചെക്കനെ ആ കോലായിൽ തന്നെ കൊണ്ടുകിടത്തിയത്. ആട്ടിയിറക്കിയപ്പോ പൊട്ടന് കിടക്കാൻ ഉമ്മറക്കോലായിൽ ഇടം കൊടുത്തത് സൗദാമിനിയാണ്. ഓക്ക് എല്ലാരോടും സ്നേഹാണ്. ചിലപ്പോ സ്വന്തമെന്ന് ചേർത്തു പിടിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാവും എല്ലാരോടും ഇങ്ങനെ സ്നേഹം കാണിക്കാൻ പറ്റണത്. അച്ഛനും അമ്മയും ദീനം വന്ന് ചത്തേപ്പിന്നെ ഓള് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാകണ പെണ്ണുങ്ങള് ചീത്തയാവണതെങ്ങനാ? അമ്മ എപ്പോഴും പറയും സൗദാമിനി ചീത്തയാണെന്ന്. ഓക്ക് കൂടോത്രണ്ടെന്ന്. അങ്ങനെയാണത്രേ ഓൾ ആളോളെ വശീകരിക്കണത്. സൗദാമിനിന്റെ അട പോണത് അമ്മയ്ക്കിഷ്ടല്ല. വടക്കേപ്പുറത്ത് നിറയെ ഹനുമാൻ കിരീടം പൂത്തു നിക്കണ്ട്. ആ കാടിനെ വകഞ്ഞു മാറ്റി നോക്കിയാൽ സൗദാമിനിയുടെ കോലായില് നോട്ടമെത്തും. ആടെ നിറയെ ചപ്പ് കൊണ്ടെന്ന് കൂട്ടിയിട്ടുണ്ടാവും പൊട്ടൻ. ഓന്റെ ഭ്രാന്തിനെല്ലാം ഓള് കൂട്ടുനിൽക്കും. അക്കരെ ഒരു വീട്ടിലാണ് സൗദാമിനി പണിക്ക് പോണത്. ആടത്തെ അടുക്കളയില് വച്ചുണ്ടാക്കാൻ. ഓളുടെ പെരയിലൊന്നും കാലാക്കലില്ല. ഓക്കും പൊട്ടനുള്ളത് ഓള് വരുമ്പോ കൊണ്ടുവരും. ഇടയ്ക്ക് വിശേഷപ്പെട്ട പലഹാരം എന്തെങ്കിലും കൊണ്ടുവരുമ്പോ ഹനുമാൻ കിരീട കാടിനെ വകഞ്ഞു മാറ്റി ഓളൊന്നു കൂക്കും. ഞാൻ ഓടിയെത്തുമ്പോ ഇലയിൽ പൊതിഞ്ഞു കെട്ടിയ പലഹാരപ്പൊതി എനിക്ക് നീട്ടും. ഇന്ന് ഓൾ അക്കരയ്ക്ക് പോണത് കണ്ടില്ല. പൊട്ടൻ വാരിയിട്ട ചപ്പൊന്നും തൂത്തു കളഞ്ഞിട്ടുമില്ല. ഓക്ക് എന്തു പറ്റിയെന്നറിയാൻ അമ്മയുടെ കണ്ണു വെട്ടിച്ചൊന്ന് പോയി നോക്കണം. ഉച്ചയ്ക്ക് വടക്കേ കോലായിൽ കിടന്നുറങ്ങുന്ന പതിവുണ്ടമ്മയ്ക്ക്. അവിടെ മുറ്റത്ത് നിറയെ മരങ്ങളാണ്. ഉച്ചവെയിലൊന്നു മങ്ങിത്തുടങ്ങിയാൽ തണുത്ത കാറ്റ് കോലായിലോട്ടു വീശും. അങ്ങനെ കിടന്നുറങ്ങാൻ സുഖാണ്. അമ്മ ഉറങ്ങിയെന്നുറപ്പായപ്പോ പൊരയിന്നിറങ്ങി. ഭാഗ്യം, പൊട്ടൻ ചെക്കനെ അവിടെയൊന്നും കാണാനില്ല. എനിക്ക് ഓനെ പേടിയാണ്. ഓന്റെ അലർച്ച കേൾക്കുമ്പോഴേക്കും ഓടി ഒളിക്കാൻ തോന്നും. പാണത്തി നാട്ടിലെ പേര് കേട്ട വയറ്റാട്ടിയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അകത്തളത്തിലെ അതിരുകടക്കുന്ന ആത്തേമ്മമാരും പുളപ്പുകൂടിയ ചെറുവാല്യക്കാരികളും അനുവാദമില്ലാതെ ഉദരത്തിലേറ്റുന്ന പടുമുളകളുടെ ചിനപ്പൊടിച്ച് അന്തഃപുരങ്ങളുടെ അന്തസ്സു കാക്കുന്ന കർമ്മത്തിൽ കേമത്തിയായിരുന്നെന്ന് വേണം പറയാൻ. കെട്ടിലമ്മമാരുടെ മാത്രമല്ല, ജാരഭ്രൂണമേറ്റുവാങ്ങുന്ന ഏതൊരു പെൺപിറന്നോൾക്കും മേലിൽ ചിന്ത കൊണ്ടുകൂടി ആ വഴിക്ക് സഞ്ചരിക്കാത്ത വിധം നരകാനുഭവം നൽകി പാണത്തി അനേകം പൈതങ്ങളുടെ പിറവി ഞെട്ടിൽ നിന്ന് പറിച്ചെടുത്ത് പരലോകത്തേക്കെറിഞ്ഞു. രാക്ഷസിയായിരുന്നെന്നാണ് മുത്തശ്ശി പറയാറ്. മുറുക്കി ചുവപ്പിച്ച് 2 മൂക്കിലും വലിയ മൂക്കുത്തിയൊക്കെയിട്ട പാണത്തിക്ക് യക്ഷിയുടെ ചേലായിരുന്നത്രേ. വലിയ മാറിടവും വടിവൊത്ത ശരീരവും പാണത്തിയെ കൂടുതൽ സുന്ദരിയാക്കി. പാണത്തിയുടെ കാലിലെ ഒറ്റച്ചിലമ്പിന് കന്യകമാരുടെ ഉദരത്തിൽ പൊടിച്ച അപരജന്മങ്ങളുടെ കരച്ചിലിന്റെ താളമായിരുന്നു. കപ്പളത്തിന്റെ ചിറം ചുന പൊടിക്കുന്ന തണ്ടിലൂടെ ഉള്ളിലേക്കിറ്റു വീഴുമ്പോൾ പിറവി വെറുത്തുപോയ മട്ടിൽ പുകഞ്ഞു നീറി ഓരോ പെൺപിറപ്പും വലിയ വായിൽ കരയും. കിടന്ന പുല്ലുപായയുടെ അളികൾ വലിച്ചുകീറി ചുണ്ട് കടിച്ച് അലറി വിളിക്കുന്ന പെണ്ണിന്റെ വായിൽ പാണത്തി ഉടുത്തുതേഞ്ഞ മുണ്ടു തിരുകി കണ്ണു പൊട്ടുന്ന തെറുവാക്കുകൊണ്ടവയെ നിഷ്പ്രഭമാക്കും. കണ്ണ് മലർന്ന് മിഴിഞ്ഞ് ഉടല് ചോര കക്കിത്തുടങ്ങുമ്പോൾ പാണത്തിയുടെ കൈയിലെ 3 വളയം ചെമ്പുമോതിരം വയറൊഴിഞ്ഞു തുടങ്ങും. പൊക്കിൽക്കൊടിയിലൂടെ 3 ചുറ്റു ചുറ്റുമ്പോൾ പെണ്ണ് പരലോകം കാണും. ഉഴിഞ്ഞുഴിഞ്ഞ് താഴെയെത്തുമ്പോഴേക്കും ചാപിള്ള പുറത്തുവരും. എന്നാൽ സ്വന്തം കാര്യത്തിൽ ഈ കണക്കൊക്കെ പാണത്തിക്ക് തെറ്റുകയായിരുന്നു. കപ്പങ്ങച്ചിറത്തിന്റെ എരിച്ചിലും പുകച്ചിലും അതിജീവിച്ച് പാണത്തിയുടെ തന്ത്രങ്ങളെല്ലാം തെറ്റിച്ച് 7-ാം മാസം പൊട്ടൻ ഭൂമിയെ തൊട്ടു.
ജീവനറ്റ പിണ്ടത്തെ മാത്രം ഏറ്റുവാങ്ങിയ പാണത്തി സ്വന്തം ജീവനെ തുടിപ്പോടെ ഏറ്റുവാങ്ങി. പിന്നെ അങ്ങോട്ടൊരിക്കൽ പോലും കപ്പങ്ങ ചിറം ചുരണ്ടാൻ പാണത്തി പോയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ പൊട്ടന് ഇപ്പോഴും ചിറത്തിന്റെ ചൂരുമണത്തു. ആ ചെക്കൻ എന്തൊക്കെയാ പൊരയിൽ കൊണ്ടിട്ടേക്കണത്? സകല കച്ചറകളും ഉണ്ടിവിടെ. അതിലൊന്നും ചവിട്ടാതെ അകത്തേക്ക് കയറി. താഴെ പായയില് ചുരുണ്ടുകൂടിക്കിടക്കണ സൗദാമിനിയുടെ അടുത്തു ചെന്ന് നെറ്റിയിൽ കൈവച്ചു നോക്കി. ഓള് ഞെട്ടിത്തെറിച്ചുകൊണ്ട് വാ പൊത്തി ചുമരിനോട് ചേർന്നിരുന്നു. വിയർത്തു കുളിച്ച് കണ്ണുകളിൽ ഭയം നിഴലിച്ചവൾ ഒരു വേള ശ്വാസമെടുക്കാൻ തന്നെ ഭയക്കുന്നതുപോലെ തോന്നി. ഓൾക്കെന്തു പറ്റിയെന്ന് മനസ്സിലാവാതെ ഞാൻ ഓളെ ചേർത്തു പിടിച്ചു. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ അവൾ എന്നെ പുറത്തെ ചപ്പിലേക്ക് പിടിച്ചു തള്ളി. എന്താണ് നടന്നതെന്ന് മനസ്സിലാവാതെ കുറച്ചുനേരം ഞാനൊന്ന് പകച്ചിരുന്നുപോയി. പിന്നെ പലവട്ടം അവളുടെ വാതിൽ മുട്ടി നോക്കിയെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഹനുമാൻ കിരിയുടെ കാടിനെ വകഞ്ഞു മാറ്റുമ്പോൾ പുറകിൽ പൊട്ടന്റെ കൂക്കല് കേൾക്കാമായിരുന്നു. അന്ന് അമ്പലത്തില് തെയ്യം കെട്ടിയാടുന്ന ആ രാത്രിക്ക് നല്ല തെളിച്ചമായിരുന്നു. പെട്ടെന്ന് നിലാവു മങ്ങി. കാർമേഘങ്ങളൊരു രാക്ഷസക്കൂട്ടത്തെപ്പോലെ നിലാവിനെ വിഴുങ്ങിയിരുന്നു. കാതടപ്പിക്കുന്ന തരത്തിലൊരു മിന്നൽ പിണർ ഭൂമിയെ കടന്നുപോയിരുന്നുവോ? ഇല്ല, അതെന്റെ തോന്നൽ മാത്രമായിരുന്നു. മനസ്സ് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടു. കാവിലെ കരിഞ്ചാമുണ്ടി തെയ്യാട്ടം തീഷ്ണമായ ചുവടുകളാൽ കാഴ്ചക്കാരുടെ കണ്ണിലഗ്നിയെരിയിച്ചു. ആടറുത്തു കരിങ്കലാശമാടുന്ന കരിഞ്ചാമുണ്ടി ആരിലും ഭീതി പടർത്തുന്ന രൂപഭാവത്തോടെ ഉറഞ്ഞാടി. നെടുനീളൻ കുരുത്തോലയുടയാടയും കരുതേച്ച മുഖത്ത് 4 വെള്ളപ്പുള്ളി മുഖത്തെഴുത്തും തലമല്ലിക കിരീടവും ചേർന്ന തെയ്യച്ചമയം. രാവറുതിയിൽ ചൂട്ടുകറ്റയുടെ ചെന്തീവപ്രഭയിൽ കാവിന്റെ തിരുമുറ്റത്തുറഞ്ഞാടുമ്പോൾ രൗദ്രഭാവം അതിന്റെ പരകോടിയിൽ എത്തിനിന്നു. നെടുനീളൻ കുരുത്തോല ഉടയാടയും കൈകളിലും കണങ്കാലിലും ഭുജങ്ങൾക്കു താഴെയും ആടിത്തിമിർക്കുവാൻ വെമ്പുന്ന കുരുത്തോലപ്പൂക്കൾ. കരിഞ്ചാമുണ്ടിയുടെ ആട്ടക്കലാശത്തിനു കാതോർത്തിരുന്നു. ഒരു കളിയാട്ടക്കാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് കളിയാമ്പള്ളിക്ക് മുന്നിലെ നിലത്തിരുന്നാടുന്ന ഘോരനൃത്തച്ചുവട്. വെള്ളപ്പുള്ളി തിളങ്ങുന്ന ആ തിരുമുഖത്തുനിന്ന് ചുറ്റിലേക്കും പരന്നൊഴുകുന്ന നോട്ടം ഒരു മാത്രയിൽ കൂടുതൽ കണ്ടു നിൽക്കാനാകില്ല. പെരുവിരലിൽ നിന്നൊരു വിറയൽ ശരീരമാകെ പടരും. രോമകൂപങ്ങൾ സ്തംഭിച്ചു നിൽക്കും. കരിഞ്ചാമുണ്ടിയുടെ രൗദ്രഭാവത്തിൽ കാവിലൊരു ഇല പോലും അടർന്നു വീഴാൻ ഭയപ്പെട്ടു. കാവിലെ ഓരോ മണൽത്തരിയിലും ഭയം നിഴലിക്കുന്നത് കാണാമായിരുന്നു. കാതടപ്പിക്കുന്ന അലർച്ച ഒരു നിമിഷം യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. എന്തോ എവിടെയോ ഇരുട്ടിന്റെ മറവിലൊരു കാൽപെരുമാറ്റം ഭ്രാന്തമായ ഭയത്തെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ആ കാൽപെരുമാറ്റത്തിലൂടെ രക്തമൂർന്നു വീഴുന്നുണ്ട്. ചുവപ്പിന്റെ ഏറ്റവും ശക്തമായ അടയാളങ്ങൾ ആ കാൽപ്പാടുകളിൽ അടയാളപ്പെടുത്തുമ്പോൾ ചുറ്റില് ചുവപ്പ് പടർന്നു പിടിച്ചു. അന്നേരം ദൂരെ പൊട്ടൻ ചെക്കന്റെ അലറിക്കരച്ചിൽ കേൾക്കാം. തെയ്യാട്ടത്തിന്റെ രൗദ്രഭാവം വിട്ട് നാടുണർന്നത് കുളപ്പടവില് തണുത്തു മരവിച്ചുകിടന്ന സൗദാമിനിയുടെ ശവത്തിന്റെ തണുപ്പിലേക്കാണ്. കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ നാടാകെ പരന്നു. കുളപ്പടവിൽ ചിതറിക്കിടന്ന മഞ്ചാടിമണികളും ഹനുമാൻ കിരീട പൂക്കളും കൂടോത്രത്തിന്റെ ബാക്കി പത്രമായി കണ്ടു. തെയ്യാട്ടം നടന്ന ആ രാത്രിയില് നടന്ന ആഭിചാരവും കൂടോത്രവുമാണ് സൗദാമിനിയുടെ ജീവനെടുത്തതെന്ന് തന്നെ എല്ലാവരും തീർച്ചപ്പെടുത്തി. താഴെ അമ്മയുടെ കലമ്പൽ ഗോവണി കയറി വന്നു. മുറിയിലെ ആ ജനൽപ്പാളി ഒരിക്കൽ കൂടെ തുറന്നിട്ട് 2 കൂട്ടുകാരികളുടെ കളിചിരിക്ക് കാതോർത്തു. ഇലപ്പൊതിയിൽ വച്ചു നീട്ടിയ പലഹാരത്തിന്റെ മധുരത്തിനായി കൊതിച്ചു. അവസാനമായി ഒരിക്കൽ കൂടെ ഒന്ന് കാണണം. കണ്ണു തുടച്ചു മുറിക്ക് പുറത്തിറങ്ങി. ഇനി എങ്ങട്ടാ? ഓളെ കാണാൻ. കണ്ടതു മതി. ഓളുടെ കൂടോത്രം കാരണാ ഓള് ചത്തത്. ഇനി ആ പൊട്ടനും ചാവും. നീ നോക്കിക്കോ. തിരിച്ചൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നിറങ്ങി. ഹനുമാൻ കിരീട കാടിനെ വകഞ്ഞുമാറ്റി പോകുമ്പോൾ അവിടെ ആ കാടിനുള്ളിൽ ഞെരിഞ്ഞമർന്ന പൂക്കൾ, ഇനിയും ബാക്കിയാക്കിയ ചവിട്ടിയൊടിച്ച ചെടികൾ എന്തിൻ്റെയൊക്കെയോ സാക്ഷിയായിരുന്നു. കുളപ്പടവില് കമിഴ്ന്നു കിടന്ന ഓളുടെ ശവം ആരോ തിരിച്ചു കിടത്തി. ജീവനറ്റ ഉടലിലേക്ക് നോക്കിയപ്പോൾ ഞാൻ വിറച്ചുപോയി. വയറു പിളർന്ന് ചോരയും മാംസവും തുറിച്ച് കണ്ണു തള്ളി നാവ് കടിച്ച് കണ്ടു നിൽക്കാനാവാതെ ഞാൻ ഭയപ്പെട്ട് പിന്നോട്ടു മാറിയെങ്കിലും കൽപ്പടവിൽ തട്ടി താഴെയിരുന്നു പോയി. പെട്ടെന്ന് എനിക്ക് ചുറ്റും ഇരുട്ടു പടർന്നു. ദൂരെ നിന്നൊരു ചൂട്ടുകറ്റ തെളിഞ്ഞു തെളിഞ്ഞു വന്നു. ചൂട്ടുകറ്റയുടെ ചെന്തീപപ്രഭയിൽ കരിതേച്ച മുഖത്തെ 4 വെള്ളപ്പുള്ളികൾ കൂടുതൽ മിഴിവാർന്നു. കുരുത്തോലയുടെ ആടകൾ വിറകൊണ്ട് അടുത്തേക്ക് വരുന്തോറും ഞാൻ കൽപ്പടവുകളിലൂടെ പുറകോട്ട് നിരങ്ങി.
കണ്ണടച്ചു തുറന്നപ്പോഴേക്കും എല്ലാം അപ്രത്യക്ഷമായി. ഇനി ഒരു മാത്ര പോലും അവിടെ നിൽക്കാൻ സാധിക്കാത്ത വിധം ഭയം എന്നെ വന്നു മൂടി. ഓളുടെ നീലച്ച ചുണ്ടുകൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളതെന്നു പോലും കേൾക്കാൻ കൂട്ടാക്കാതെ ഞാൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. പൊടുന്നനെ മുന്നിൽ പ്രത്യക്ഷനായ പൊട്ടന്റെ മുഖത്ത് അതേ വെള്ളപ്പുള്ളി മുഖത്തെഴുത്ത് തെളിഞ്ഞുവോ. കുരുത്തോലയുടയാടകളാൽ നിലത്തിരുന്നാടാൻ തുടങ്ങിയ തെയ്യത്തിന്റെ വരവിളിയെന്നോണം പൊട്ടന്റെ കൂക്കലുയർന്നു. ശേഷം ചുറ്റും നിരന്ന ഹനുമാൻ പൂവുകൾ ഓരോന്നും ചോര തെറിച്ചു ചുവന്ന തലച്ചമയങ്ങളളിഞ്ഞ കോലങ്ങളായി ഉറയാൻ തുടങ്ങി. പോതി EM സ്വാതിലക്ഷ്മി കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇനി സഹോദരൻ അയ്യപ്പൻ മാനവികതയുടെ പ്രവാചകൻ ഡോക്ടർ കുമാർ ജെ ചെയ്യുന്ന പ്രഭാഷണം. കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ പരിവർത്തന വീര്യത്തിൻ്റെയും ബൗദ്ധിക വിപ്ലവത്തിൻ്റെയും മാനവികതയുടെയും ആൾരൂപമാണ് കേരളീയർ ആദരവോടെ അയ്യപ്പമാഷെന്ന് അഭിസംബോധന ചെയ്യുന്ന സഹോദരൻ കെ അയ്യപ്പൻ. കൊച്ചി നഗരത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മനോഹരമായ വൈപ്പിൻ ദ്വീപിലെ പ്രകൃതിരമണീയമായ ചെറായിയിലെ കുമ്പളത്ത് വീട്ടിൽ കൊച്ചാവ് വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും മകനായി 1889 ആഗസ്റ്റ് 22 സഹോദരൻ അയ്യപ്പൻ ജനിച്ചു. ജാതീയവും വർഗപരവുമായ വേർതിരിവുകൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ദശാസന്ധിയിൽ പിറന്നു വീണ അദ്ദേഹത്തിന് മനുഷ്യനെ അടിമയാക്കുന്ന, ചൂഷണം ചെയ്യുന്ന, മാറ്റി നിർത്തുന്ന മനുഷ്യത്വരഹിതമായ അനാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദിക്കാതിരിക്കാനായില്ല. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാൻ ചെറുപ്പം മുതലേ വ്യഗ്രത കാണിച്ച അദ്ദേഹം 1968 മാർച്ച് 6 ഈ ലോകത്തോട് വിട പറയും വരെ പൊരുതിക്കൊണ്ടേയിരുന്നു. കേരളീയ നവോത്ഥാനത്തിന് യുക്തിബോധത്തിലൂടെയും ശാസ്ത്രാവബോധത്തിലൂടെയും കൃത്യമായ ദിശാബോധവും വിപ്ലവത്തിൻ്റെ ചൂടും ദാർശനികതയുടെ നിലാവെളിച്ചവും പകർന്നു നൽകിയ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരു ദർശനങ്ങളുടെ അസ്ഥിവാരത്തിന്മേലാണ് പുതുകേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. സമത്വം, ശാസ്ത്രാവബോധം, ജനാധിപത്യ ചിന്ത, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനം, അനാചാരത്തിനെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ പുരോഗമനാത്മകമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും ആർജവത്തോടെ കേരളീയ സമൂഹത്തിൽ നടത്തിയ നവോത്ഥാന നായകനായ സഹോദരൻ അയ്യപ്പൻ കേരളീയ ചരിത്രത്തിലെ അപൂർവതയുള്ള വ്യക്തിത്വത്തിനുടമയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിന് നഷ്ടപ്പെട്ട അയ്യപ്പന് തൻ്റെ എല്ലാ കാര്യത്തിലും ആശ്രയവും പ്രചോദനവുമായി മാറിയത് മാതാവായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നതിനാൽ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും അതിനെ മറികടന്നുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചു. വായന എന്ന ആഹ്ലാദകരമായ വിജ്ഞാനാർജന പ്രക്രിയ വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നോവലും കവിതയും തത്വശാസ്ത്രവും ചരിത്രവും ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഗ്രന്ഥങ്ങൾ ഏറെ താൽപ്പര്യത്തോടെ വായിച്ച് സ്വായത്തമാക്കി. അസാമാന്യമായ ഭാഷാജ്ഞാനവും വാക്സാമർഥ്യവും വായനയിലൂടെ സ്വന്തമാക്കി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും മാറ്റങ്ങളെയും സശ്രദ്ധം നിരീക്ഷിക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് താൻ വളർന്നു വരുന്നതെന്ന ബോധം അദ്ദേഹത്തിന് ഉണ്ടായി. അത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ശ്രീ നാരായണ ഗുരുസ്വാമികളെ കണ്ടുമുട്ടിയതാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അസാധാരണമായ സംഭവം. നാരായണ ഗുരുവിൻ്റെയും കുമാരനാശാൻ്റെയും പ്രോത്സാഹനവും സഹായവും ഉണ്ടായതിനെ തുടർന്ന് ചരിത്രത്തിലും നിയമത്തിലും ബിരുദം നേടി. മദിരാശിയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആദ്യമായി ഗുരുവിനെ കണ്ട സന്ദർഭത്തിൽ ഗുരു പറഞ്ഞ വാക്യങ്ങൾ ആ വിദ്യാർത്ഥിയുടെ മനസ്സിനെ സ്പർശിച്ചു. ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: പരിസരം ശുചിയായിരിക്കണം, ശരീരം ശുചിയായിരിക്കണം, മനസ്സും ശുചിയായിരിക്കണം. മനസ്സ് ശുചിയാകണമെങ്കിൽ എല്ലാ മനുഷ്യരെയും സോദരരായി കാണാൻ കഴിയണം. അങ്ങനെ കാണുന്നതിന് തടസ്സമായി നിലകൊള്ളുന്ന ഒരു ദുരാചാരമുണ്ട്, അതാണ് ജാതി സമ്പ്രദായം. അതുകൊണ്ട് ജാതി സമ്പ്രദായം അവസാനിപ്പിച്ചെങ്കിലേ മനുഷ്യൻ്റെ മനസ്സ് ശുചിത്വമുള്ളതാക്കാൻ കഴിയൂ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ ശക്തി സ്രോതസ്സായിരുന്നു. അയ്യപ്പൻ്റെ മനസ്സിലും അതിൻ്റെ പ്രതിധ്വനി ചാട്ടുളി പോലെ പതിച്ചു. ജാതി എന്ന മനുഷ്യനിർമ്മിത വിവേചനം ഉണ്ടാക്കുന്ന വിപത്തിനെതിരെ പോരാടാനുള്ള ചിന്ത ആ വിദ്യാർത്ഥിയിൽ അങ്ങനെ രൂപപ്പെട്ടു. അവിടെ മുതൽ ശ്രീനാരായണ ഗുരുവിനെ തൻ്റെ ഗുരുവായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് ആലുവ അദ്വൈതാശ്രമത്തിൽ പോയി ഗുരുവുമായി ഉള്ള ആത്മബന്ധത്തിന് ദൃഢത വരുത്തി.
ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ പ്രഥമഗണനീയനായി സഹോദരൻ അയ്യപ്പൻ മാറി. 1988 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു വിപ്ലവാനുബന്ധമായി അവിടെ കുറിച്ചിട്ടു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന 4 വരികൾ ജനാധിപത്യ സമൂഹത്തിൻ്റെ 4 തൂണുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവ കേരളീയ നവോത്ഥാനത്തിൻ്റെ മൂലമന്ത്രമാവുകയായിരുന്നു. ആ 4 വരി കവിതയ്ക്ക് തുല്യമായി മറ്റൊന്നും ഇന്നേവരെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. ഗുരു മുന്നിൽ കണ്ട മാതൃകാസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വേഷത്തിൻ്റെയോ ദേശത്തിൻ്റെയോ വിഭാഗീയതയില്ല. ആ മാതൃകാസ്ഥാനം സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമാണ്. ആ സ്വാതന്ത്ര്യ ലോകം സൃഷ്ടിക്കാനുള്ള അക്ഷീണ പരിശ്രമമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ പിൽക്കാല ജീവിതം. ചെറായിയിൽ വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന ആരംഭിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തനത്തിലേക്കുള്ള തുടക്കം അദ്ദേഹം കുറിച്ചത്. 1917 ചെറായിൽ നടത്തിയ മിശ്രഭോജനം കേരളീയ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ ഏടാണ്. ഒരുമിച്ചിരിക്കാനോ ഒരുമിച്ച് നടക്കാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് ജീവിക്കാനോ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് യാതൊരുവിധ അവസരവും നൽകാതെ ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ജാതി ഭ്രാന്തന്മാർക്ക് അതൊരു താക്കീതായിരുന്നു. യാഥാസ്ഥിതിക ജാതി പ്രമാണിമാരെ മിശ്രഭോജന പ്രവർത്തനം പ്രകോപിപ്പിച്ചു. എന്നാൽ അതിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാൻ അയ്യപ്പൻ തയ്യാറായില്ല. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പരിവർത്തനോന്മുഖവും മനുഷ്യത്വപരവുമായ വാക്കുകൾ അദ്ദേഹത്തിന് ഊർജം പകർന്നു. മനുഷ്യരെല്ലാം ഒന്നാണെന്നും അവർക്കൊരു ജാതിയേ ഉള്ളൂ എന്നും അത് മനുഷ്യത്വമാണെന്നും മനുഷ്യരെ പഠിപ്പിച്ച ഗുരുവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന് എന്നും ശക്തിയായിരുന്നു. മിശ്രഭോജനത്തിനു ശേഷം സഹോദരൻ അയ്യപ്പനെ ജാതിഭ്രാന്തന്മാരായ യാഥാസ്ഥിതിക പ്രമാണികൾ പുലയൻ അയ്യപ്പനെന്ന് വിളിച്ചു. ആ സംബോധന അഭിമാനത്തോടെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹോദരൻ അയ്യപ്പൻ തയ്യാറായി. ജാതീയമായ വേർതിരിവുകളെയും എല്ലാവിധ മാറ്റി നിർത്തലുകളെയും അദ്ദേഹം ശക്തമായി എതിർക്കുകയും അതിനെക്കുറിച്ച് നിരന്തരം എഴുതുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. 1924 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ പ്രധാന ചുമതലക്കാരൻ സഹോദരൻ അയ്യപ്പനായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ മുദ്രാഗീതമായി മാറിയ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആണെന്ന ആശയത്തിൻ്റെ പ്രചാരകനും അയ്യപ്പൻ മാഷാണ്. വിജ്ഞാനവും ശാസ്ത്രീയ അവബോധവും നേടിയ ഒരു സമൂഹത്തിന് മാത്രമേ എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും പോരാടാനും പുരോഗതി കൈവരിക്കാനും കഴിയുകയുള്ളൂവെന്ന് അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചു. സയൻസ് ദശകം, പരിണാമം എന്നിവ പോലുള്ള പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കൃതികൾ ശാസ്ത്രവിജ്ഞാനത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും പ്രാധാന്യത്തെ വിളംബരം ചെയ്യുന്നവയാണ്. കേരളത്തിലെ ശാസ്ത്രീയ കാഴ്ചപ്പാടിൻ്റെ മാനിഫെസ്റ്റോയായി സയൻസ് ദശകത്തെ വിലയിരുത്താവുന്നതാണ്. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ എന്നു തുടങ്ങി സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസെന്നെ തമസ്സെല്ലാം സയൻസിന് തൊഴുന്നു ഞാൻ എന്നവസാനിക്കുന്ന 10 ശ്ലോകം കൊണ്ട് പുതുകാലത്തിന് എങ്ങനെയാണ് സയൻസ് പ്രയോജനപ്പെടുന്നതെന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ജാതി ചിന്തയിലും മതചിന്തയിലും മാത്രം കുടുങ്ങിക്കിടന്ന് ഇരുട്ട് പരത്തിയിരുന്നവരോടുള്ള ആഹ്വാനമായിരുന്നു ഇത്. കോടി സൂര്യൻ ഉദിച്ചാൽ മാറാത്ത ഇരുട്ട് മനസ്സുകളിൽ തളം കെട്ടിക്കിടക്കുന്നു. അത് മാറ്റാൻ പൊതുശാസ്ത്രവിജ്ഞാന മേഖലകളെക്കുറിച്ചുള്ള അറിവ് അനിവാര്യമാണ്. ആ അറിവുള്ളവർ ഇരുണ്ട ലോകത്തു നിന്ന് പുറത്തു വരും. അപ്പോൾ അവർക്ക് മനുഷ്യനടിമയാക്കുന്ന വ്യവസ്ഥിതിയെക്കുറിച്ച് ബോധ്യമുണ്ടാകും. മനുഷ്യ സഹോദര്യത്തിൻ്റെ മഹത്വം ബോധ്യമാകും. ഈ അവബോധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പുതുയുഗത്തിൻ്റെ സ്രഷ്ടാക്കളാകും. സഹോദരൻ അയ്യപ്പൻ തെളിച്ചിട്ട യുക്തിബോധത്തിൻ്റെ, ചിന്തയുടെ, ശാസ്ത്രാവബോധത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാണ് ഇന്ന് കാണുന്ന ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തെ നിർമ്മിച്ചത്. മലയാള കവിതാ സാഹിത്യത്തിൽ സയൻസ് പ്രമേയമാക്കി രചിച്ച പ്രഥമ കൃതി എന്നുകൂടി സയൻസ് ദശകത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. സയൻസ് ദശകം എന്ന ശീർഷകത്തിലെ ദശകം എന്ന വാക്കിന് 10 എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്, അത് ഒരു കാലഘട്ടത്തിൻ്റെ സൂചകം കൂടിയാണ്. ആ കാലം ശാസ്ത്രമുന്നേറ്റങ്ങളുടെ വിപ്ലവകരമായ കാലമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ദർശനത്തെ പിൻപറ്റി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന യുക്തിചിന്ത സഹോദരൻ അയ്യപ്പൻ സമൂഹത്തിൽ നൽകി. ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ഇത്തരത്തിൽ ചിന്തിക്കുമോ എന്ന് അതിലെ പ്രത്യക്ഷ വൈരുദ്ധ്യം കണ്ട് ചിലർ സംശയം ഉന്നയിച്ചേക്കാം. എന്നാൽ അത് വൈരുദ്ധ്യമല്ല, പരസ്പര പൂരകമാണെന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഒന്നിൻ്റെ തുടർച്ചയാണ് മറ്റൊന്ന്.
ഗുരുവും ശിഷ്യനും ചേർന്ന് പൂരിപ്പിക്കുന്ന മഹത്തായ ഒരു ദർശനം. അത് മാനവികതയുടെ മഹത്തായ സന്ദേശമാണ്. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തീവ്രതയും പൂരകവും വളർച്ചയും തുടർച്ചയുമായി അതിനെ വ്യാഖ്യാനിക്കണം. കേരളീയ നവോത്ഥാന സ്രഷ്ടാക്കളിൽ മനുഷ്യത്വത്തിലും മാനവികതയിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കേരളത്തെ പുതുക്കിപ്പണിയുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച ചരിത്ര വ്യക്തിത്വത്തിനുടമയെ ലോകമുള്ളിടത്തോളം കാലം ബഹുമാനിക്കും എന്നതിൽ തർക്കമില്ല. സഹോദരൻ അയ്യപ്പൻ മാനവികതയുടെ പ്രവാചകൻ ഡോക്ടർ കുമാർ ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി സീന തച്ചങ്ങാടിന്റെ കഥ കേൾക്കാം. രഹസ്യവിചാരണ. വേമ്പാ, വിളിക്കാൻ വന്നത് ഓമനയാണ്, മുന്നിലോടുന്നത് അന്നമ്മയും. നേരം എത്രയായെന്നൊരു പിടുത്തവുമില്ല. ഉറക്കം കൺപോളയിലൊരു ഉപ്പുചാക്കു ചുമന്നു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണതലിഞ്ഞില്ലാണ്ടായത്. ഓമനയുടെ ചൂട്ട് കാൽഭാഗത്തോളം തീരുന്നു. അരയാവുമ്പോൾ അവിടെത്താം. അന്നമ്മ മരണപ്പാച്ചിലിലാണ്. വീട് കഴിഞ്ഞാൽ ചെറിയൊരു കിളയുണ്ട്. അന്താളിപ്പിന്റെ അതിരൗദ്രതയിലും വേഗം കുറഞ്ഞു. കാലം നയഞ്ഞു. ഇനി സൂക്ഷിക്കണം. കിള തീരുമ്പോൾ കാരപ്പൊന്തയാണ്. അവിടെ എത്തിയപ്പോൾ അന്നമ്മ കിതപ്പാറ്റി. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് കാരക്കുളിയൻ തെയ്യം കെട്ടിയാടിയത്. അതിനു മുന്നോടിയായി അവിടെ നെകളിച്ചു നിന്ന കുറ്റിക്കാടുകളെ വെട്ടിയൊതുക്കിയിരുന്നു. ആ ദൗത്യത്തിൽ അന്നമ്മയും ഒരു ഭാഗമായി. ചൂട്ടിന്റെ ചൂടേൽക്കുന്നില്ല. എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ഓമന പിന്നാലെ ഉണ്ടാവും, വൈകിയെത്തുന്ന വെളിച്ചവും കൊണ്ട്. എന്നും നടന്നു പോകുന്ന വഴിയാണ്. കല്ലും കാടും കാലിനറിയാം. പോകുന്ന പോക്കിൽ ആരെങ്കിലും കല്ലിനെ തട്ടി സ്ഥാനം തെറ്റിച്ചാലേ ഉള്ളൂ തപ്പല്. അല്ലെങ്കിൽ ഏതിരുട്ടിലും തടയാതെ നടന്നോളും അന്നമ്മ. എത്താറായെന്നു തോന്നുന്നു. വെളിച്ചങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്. ആശ്വാസമായി. ശ്വാസവേഗത്തിൽ അന്നമ്മ ടോണിയുടെ അരികിലെത്തി. ആ മുഖത്തേക്കു നോക്കിയപ്പോൾ അവർക്ക് ബോധക്കേട് വന്നു. ചുറ്റിലുമുണ്ടായിരുന്നവരുടെ പിറുപിറുക്കലിന്റെ അർത്ഥമൊന്നും അരിച്ചെടുക്കാൻ അന്നമ്മ മെനക്കെട്ടില്ല. ഏതാണ്ടൊക്കെയോ പുലമ്പുന്നുണ്ട്. അന്നമ്മ തന്റെ കൈകൾക്കുള്ളിൽ അയാളുടെ മുഖം ഒതുക്കി ചേർത്തു. കൈവെള്ളയിലെ ചുള്ളിക്കമ്പ് വരകളിൽ അയാൾ മുഖം താഴ്ത്തി. അമ്മച്ചി, അയാൾ വിതുമ്പി. അന്നമ്മയുടെ ഉള്ള് കാറിപ്പൊളിക്കുകയായിരുന്നു. പക്ഷെ ഇത്തിരി ഒച്ച പോലും ആരും കേട്ടില്ല. ടോണിയെ മാവിന്മേലാണ് കെട്ടിയിരിക്കുന്നത്. കാൽമുട്ടിലും നെഞ്ചുഭാഗത്തും കയറ് കെട്ടിയിട്ടുണ്ട്. എന്നാത്തിനാടാ? ടോണിയോട് ചോദിച്ചിട്ട് അന്നമ്മ ചുറ്റും നോക്കി. സൂക്കേടാണെങ്കിലേ ഈനെപ്പോലത്തെ പ്രാന്തനെ വീട്ടിലിരുത്തണം. നാട് നിറങ്ങാൻ വിട്ടൂടാ. ആക്രോശത്തിന്റെ അളിഞ്ഞ ശബ്ദം വിഷം ചീറ്റുന്നുണ്ട്. ഒരാൾ തുടങ്ങി വെച്ചതേയുള്ളൂ. അതാ പിന്നാലെ മാലപ്പടക്കം പോലെ പൊട്ടലോട് പൊട്ടല്. കക്കാൻ കയറിയതായിരിക്കും. കൗത്തിന് പിടിച്ച് ചോദിച്ചിട്ടും സമ്മതിക്കുന്നില്ല നായി. പെണ്ണുങ്ങലുള്ള വീടല്ലേ, കയറി പിടിക്കാനാ വന്നതെന്ന് ആർക്കറിയാം. ആ മാവിന്റെയും പറമ്പിന്റെയും ഉടമസ്ഥനായ ഭാസ്കരൻ തന്റെ മകളെ നോക്കി. ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാനുള്ളതാ, തോന്നിയാസം പറയണ്ട. അയാളെ പരിഗണിച്ചെന്ന് തോന്നുന്നു. പിന്നീട് ആരും ആ വർത്താനം പറഞ്ഞില്ല. ലുങ്കിയും ഷർട്ടുമടക്കം അഴിച്ചു നോക്കിയിട്ടും തൊണ്ടി മുതലൊന്നും കിട്ടിയില്ല. പിന്നെ എന്തിന്? ഇവനെ വെറുതെ വിടാൻ പറ്റൂല. കുറെ നാളായി ഓ നമ്മളെ പറ്റിക്കുന്നു. മുരൾച്ചകൾ തുടർന്നു. പലപ്പോഴും പലരും കണ്ടുപേടിച്ച കറുത്ത രൂപം ടോണിയുടേതാണെന്ന അനുമാനത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു. ഓരോ വീട്ടിലും അവരുടെ മതാചാരപ്രകാരമുള്ള ബാധ ഒഴിപ്പിക്കൽ ചടങ്ങ് എത്ര തകൃതിയായി നടന്നതായിരുന്നു. കാശെത്ര പൊടിഞ്ഞും അതിന്റെ അരിശമാണ് അവർ ടോണിയുടെ മേത്ത് തീർത്തത്. തല്ലി തോല് വലിച്ചിരിക്കുന്നു. അന്നമ്മ തരിച്ചിരിക്കുകയാണ്. ആകത്തിലൊരു മരവിപ്പ്. ഒന്ന് നുള്ളി നോക്കണമെന്ന് പോലും തോന്നിപ്പോയി. ഇത്രയും നാളും ഇവിടുള്ളവരുടെ ഉറക്കവും സ്വസ്ഥതയും പൈസയും കളഞ്ഞ ആ രൂപം തൻ്റെ മകൻ്റേതാണെന്നറിഞ്ഞ ഞെട്ടലിലാണവർ. അതെ അമ്മച്ചി, ഉറക്കം വരാത്ത രാത്രികളിൽ ഞാൻ ഇറങ്ങി നടക്കാറുണ്ട്. ഓരോ വീട്ടിലും ചെന്നിരിക്കാറുണ്ട്. എന്തിന്? അന്നമ്മയുടെ ശബ്ദം ചൂളി പാളിപ്പോവുകയായിരുന്നു. അമ്മച്ചി, ഞാനൊന്നും കട്ടിട്ടില്ല. ഞാൻ ആരെയും കയറി പിടിച്ചിട്ടില്ല. ഒന്നും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ എല്ലാവരെയും കേൾക്കുകയായിരുന്നു അമ്മച്ചി. വെട്ടം കെടുത്തിയിട്ടും വാക്കുറങ്ങാത്ത വീടുകളിൽ നിന്നും ടോണി രഹസ്യങ്ങൾ കേൾക്കുകയായിരുന്നു അത്രേ. വെളിവും വെള്ളിയാഴ്ചയുമില്ലാതെ ഇവൻ എന്താണ് പറയുന്നത് എന്ന ഭാവം അന്തരീക്ഷത്തിലും ഉണ്ടായിരുന്നു. അത് വാപൊളിച്ചു മിണ്ടാതിരുന്നു. ഇനിയാണ് അവനെ കേൾക്കേണ്ടത്. രഹസ്യമൊഴികൾ. അന്നമ്മ തന്നെ കെട്ടിപ്പിടിക്കാൻ പാകത്തിൽ ടോണിയുടെ നെഞ്ചിലെ കയറഴിച്ചു മാറ്റി. മകൻ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പനെ കൊന്നതാ അമ്മച്ചി, ഞാൻ കേട്ടതാ. ടോണിയുടെ കണ്ണിൽ കൂടി ചൂടുവെള്ളം കുതിച്ചിറങ്ങി. അന്നമ്മ വറ്റിപ്പോയ അവസ്ഥയിലായിരുന്നു.
10-20 കൊല്ലം മുൻപാണ് ടോണിയുടെ അപ്പം മരിക്കുന്നത്. വസൂരി വന്ന് മരിച്ചതാന്നേ അറിയാവൂ. മേലിൽ കുറച്ച് കുരുക്കൾ പൊങ്ങി വന്നിരുന്നു. അത് പലരും കണ്ടതുമാണ്. ടോണി പലപ്പോഴായി പലരിൽ നിന്നും കേട്ട കഥയ്ക്ക് ഏകീകൃത സ്വഭാവമുണ്ടായിരുന്നു. ഉറക്കം വരാതെ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കേൾക്കാനുള്ള കഥയായി മാറിയിരുന്നു ജോസഫ് എന്ന ടോണിയുടെ അപ്പൻ. അയാളെ വരുത്തൻ എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. പണ്ട് കോട്ടയത്തുനിന്ന് പണിക്ക് വന്ന് ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് കുടിയേറി പാർത്തവരാണ് ജോസഫും അന്നമ്മയും. ഇവിടുന്നുണ്ടായവനാണ് ടോണി. അപ്പന് വസൂരിയൊന്നും അല്ലായിരുന്നു, ചിക്കൻ ബോക്സ് ആയിരുന്നു. മരുന്ന് വെച്ചാൽ ഉറപ്പായും രക്ഷപ്പെടുമെന്ന് മോഹനം വൈദ്യര് പറഞ്ഞിരുന്നു. ഇതൊന്നും കേൾക്കാതെ അപ്പനെ കൈതപ്പായയിൽ കൂട്ടിക്കെട്ടി കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ട് മൂടിയതാണ്. ഒച്ച പുറത്തു വരാതിരിക്കാൻ വായിൽ തുണി കുത്തിക്കയറ്റിയിരുന്നത്രേ. രക്ഷപ്പെടാണ്ടിരിക്കാൻ കയ്യും കാലും കൂട്ടിക്കെട്ടിയിരുന്നത്രേ. കണ്ണിൽ കണ്ടതുപോലെ ടോണി ഒന്നൊന്നായി പറഞ്ഞു. അന്നമ്മയുടെ നോട്ടത്തിൽ തീയാളി. അവർക്കത് വിശ്വസിക്കാൻ ഇനിയും സമയം വേണം. അത് ഞാൻ വസൂരിയാണെന്നും വെച്ചോണ്ടിരുന്ന നാട്ടിലാകെ പടർന്ന് മരണം കൂടുമെന്നും പറഞ്ഞിട്ടാണ് എടുത്തോണ്ട് പോയത്. അന്നമ്മ അന്നാണ് അവസാനമായിട്ട് അലമുറയിട്ടത്. തൊണ്ടയിൽ വലിയ പാതാളക്കുഴിയുണ്ടെന്നും അതിൽ വീണാൽ ഒച്ച താണു പോകുമെന്നും അന്നമ്മ അറിഞ്ഞു. അങ്ങേരു കാരണം ആർക്കും ഒരു തൊല്ലയും സൗര്യക്കേടും ഉണ്ടാവരുതെന്നേ വിചാരിച്ചുള്ളൂ. അതുകൊണ്ടായിരുന്നു ആളുകൾ പറഞ്ഞത് അതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങിയത്. അമ്മച്ചിയോട് ഇവിടെ പലർക്കും താല്പര്യമുണ്ടായിരുന്നത്രേ. നമുക്ക് ചെറിയ പൈസക്ക് സ്ഥലം വിറ്റ മാർക്കോ ചേട്ടന് വലിയ കുറ്റബോധമായിരുന്നത്രേ. അത് തിരികെ കിട്ടിയിരുന്നെങ്കിലെന്ന് അയാൾ കൊതിച്ചിരുന്നത്രേ. നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലെ കിളയിൽ വെച്ചാണത്രേ ഗീത കുന്നുമ്മലെ രാജേട്ടന്റെ മോന് കത്ത് കൊടുത്തത്. കുഞ്ഞിരാമന്റെ കാലിന് പരിക്കു പറ്റിയത്. താഹിറയുടെ മുട്ടനാടിനെ കാണാണ്ടായത്. തോടിന്റെ കരയിൽ വെച്ച് കള്ളുകുപ്പി എറിഞ്ഞു പൊട്ടിച്ചത്. ടോണി ഒന്നൊന്നായി ഏറ്റുപറഞ്ഞു. കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ട് കരിവാരിത്തേക്കാൻ പോന്ന തരത്തിലുള്ള ഡിങ്കോൾഫി കഥകളും അവന്റെ വായിന്ന് വരുമെന്ന് പേടിച്ച് അവിടം കാലിയാവാൻ തുടങ്ങി. ചെത്തുള്ളതാന്ന് പറഞ്ഞ് ചിലര് മുങ്ങി. ഇത്തിരി നേരമെങ്കിലും കണ്ണടക്കേട്ടെന്ന് കള്ളം പറഞ്ഞു മറ്റു ചിലരും. ചെക്കനെയും വിളിച്ച് വീട്ടിൽ പോ അന്നമ്മേച്ചിന്ന് പറഞ്ഞു ഓമന അടുക്കലേക്കെത്തി. വെട്ടം വീഴുന്നുണ്ട്. അന്നമ്മയും ഓമനയും ചേർന്ന് ടോണിയുടെ കാലിലേക്ക് കെട്ടഴിച്ചു. ടോണിയുടെ കൈപിടിച്ച് അന്നമ്മ നടന്നു. അയാൾ വേച്ചു വീഴാതിരിക്കാൻ അന്നമ്മ ഉടലും ഉള്ളും കടുപ്പിച്ചു. അമ്മച്ചിയോട് ഇവിടുള്ള ഒരാൾക്ക് പ്രേമമുണ്ട്. കൈകൾ പതിച്ചു പാടുവരുത്തിയ മുഖത്തു നിന്നും അയാൾ ചിരിച്ചു തുടങ്ങി. പോടാ. ഞെട്ടലുണ്ടാക്കിയ പൊട്ടലിൽ നിന്നും പരുവപ്പെട്ടു വരാൻ അന്നമ്മയ്ക്ക് അവന്റെ ചിരി തന്നെ ധാരാളമായിരുന്നു. അരപ്പിരിയെന്ന് എല്ലാവരും കളിയാക്കി വിളിക്കുന്ന ചെക്കനാണ് ഒരാൾക്കൂട്ടത്തെ തുരത്തി ഓടിച്ചത്. ഓന്റെ സത്യങ്ങളാണ് കള്ളക്കൂട്ടങ്ങളെ കാണാണ്ടാക്കിയത്. അമ്മച്ചി രാത്രിയിൽ ഉണ്ടാക്കി തന്ന കപ്പയും മീനും കണക്കില്ലാണ്ട് കഴിച്ചോണ്ടാ കഥ കേട്ട് ഞാൻ ഉറങ്ങിപ്പോയത്. അതുകൊണ്ടാണല്ലോ മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന ഭാസ്കരേട്ടൻ എന്നെ കണ്ടതും ഒച്ച വെച്ച് ആളെ കൂട്ടിയതും കെട്ടിയിട്ടതും. നിനക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ? അന്നമ്മ വഴിയിലെ കല്ലു കഷ്ണം കാലുകൊണ്ട് തട്ടി മാറ്റുന്നതിനിടെ പറഞ്ഞു. അന്നേരം ഞാൻ ഓടിയിരുന്നേ ഇതുപോലെ എല്ലാരും ഓടിക്കാൻ പറ്റുമായിരുന്നോ? കുഴിച്ചുമൂടിയ അപ്പനെക്കുറിച്ച് എല്ലാരും അറിയുമായിരുന്നോ? രാത്രിയിൽ എല്ലാവരെയും പേടിപ്പിക്കാൻ ഇറങ്ങുന്നത് അപ്പന്റെ പ്രേതമാണെന്നാ ഇവിടുള്ളവർ കരുതിയിരുന്നേ. ഇനിയുമുണ്ട് അമ്മച്ചി ഒത്തിരി രഹസ്യങ്ങൾ. ചിരിക്കിടെ കൈ വീശിയപ്പോൾ കാരമുള്ളിൽ കൈതട്ടി അമ്മച്ചീന്ന് അയാൾ നീറി. കഴിഞ്ഞ ആഴ്ച തെയ്യക്കോലം കെട്ടിയാടിയ ഗോപാലൻ പണിക്കരുടെ ചോര ഉണങ്ങി പിടിച്ച ആ കാരമുള്ളുകളിൽ ഒന്നിനെ അന്നമ്മ ഒടിച്ചു കളഞ്ഞു. അതിലെ കറുത്ത ചോരയുടെ ഒരു തുണ്ട് കയ്യിൽ പറ്റി. അതവർ തുടച്ചു മാറ്റി. കോലമഴിച്ചപ്പോൾ അയാളിൽ കണ്ട മുറിവുകളുണ്ടാക്കിയ വേദനയുമില്ലാണ്ടായി. നേരം വെളുത്തിരുന്നു. എന്നാലും ഒന്ന് ഉറങ്ങി എണീക്കണമെന്ന് രണ്ടുള്ളും കൊതിച്ചു. തൻ്റെ മോൻ ഒന്നും കണ്ട് പേടിച്ചു പനിക്കരുതെന്ന് കരുതി മറ്റുള്ളവരെ പോലെ അവന്റെ അരയിലും മന്ത്രിച്ചു കെട്ടിച്ച കറുത്ത ചരട് അന്നമ്മ വലിച്ചു പൊട്ടിച്ചു. വേദനയുടെ നീർക്കെട്ടിന് മൺകുടത്തിൽ വെള്ളം തിളപ്പിച്ചു. ഇനി വിസ്തരിച്ചൊരു കുളി. ആഹാ, ആശ്വാസം. സീന തച്ചങ്ങാടിന്റെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു. നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം സുനിത വിശ്വൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം. സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.